നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും അളിയൻ്റെ റേഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് ജെഫി, അരുൺ, ഫ്രാൻസൺ, പിന്നെ മിഥുൻ. കളിച്ചും കഥ പറഞ്ഞും പാട്ടുപാടിയൊക്കെ ഇത് നമ്മുടെ 9ാമത്തെ എപ്പിസോഡാണ്. ഇതുവരെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഈ ആഴ്ചയിലെ എപ്പിസോഡ് സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പോൾ ഈ ആഴ്ചയിലെ എപ്പിസോഡിലേക്കുള്ള ഒരു തീം അല്ലെങ്കിൽ നമ്മൾ എന്തിനെ പറ്റിയിട്ട് സംസാരിക്കും എന്നുള്ളൊരു ചർച്ച നമുക്കൊരു ഇടയിൽ വന്നപ്പം ശരിക്കും പറഞ്ഞാൽ എല്ലാവരും നാട്ടിൽ നിന്ന് ഇവിടെ എത്തി. ഒരുപക്ഷെ നമ്മളിവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ നമ്മൾ എന്താകുമായിരുന്നു എന്നൊരു, അതായത് നമ്മുടെ പഴയ കാലത്തിലേക്കുള്ളൊരു തിരിഞ്ഞു നോട്ടം. അപ്പം ഫ്രാൻസിന്റെ കാര്യം പറയുകയാണെങ്കിൽ അറിയാം, ഫ്രാൻസൻ ഒരുപാട് ഒരു 10-16 വർഷത്തോളം ദുബായിലുണ്ടായിരുന്നു അല്ലേ ഫ്രാൻസി? അതെ അതെ. അല്ല, ഞാൻ ദുബായിൽ എത്താനുള്ള കാരണങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ വഴിത്തിരിവായിട്ട് വന്ന കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു നമ്മുടെ തീം ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ +2 ഒക്കെ കഴിഞ്ഞ് ഡിഗ്രി ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന സമയത്താണ്. അന്ന് ഈ പറഞ്ഞ നഴ്സിംഗ് ഒക്കെ ഇങ്ങനെ കത്തി നിൽക്കുന്ന സമയമാണ്. എല്ലാവരും എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന സമയത്ത് നമ്മുടെ ഒരു കസിൻ ബ്രദറുണ്ട്. പുള്ളി നഴ്സിംഗ് കോഴ്സ് തുടങ്ങിയിട്ടുണ്ട്. പുള്ളി നമ്മുടെ വീട്ടിലേക്ക് വന്നു. പുള്ളി ക്യാൻവാസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. എൻ്റെ വീട്ടിലെ പേരൻസിനോടൊക്കെ ഇങ്ങനെ പറഞ്ഞ ആൾ അന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നഴ്സിങ്ങിന് നമ്മൾ ഒരാളെ അഡ്മിഷൻ എടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ ഫീസ് ഇളവ് കിട്ടും. അതായത് അഡ്മിഷൻ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അതിന്റെ കമ്മീഷൻ കിട്ടുന്ന ഇത്ര പെർസെൻറ്റേജ് കിട്ടും. അപ്പം അങ്ങനെ ഒരു രീതിയിൽ പുള്ളി അപ്രോച്ച് ചെയ്തു. 10th കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു കൺഫ്യൂഷൻ സ്റ്റേജ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, +2 എന്തെടുക്കണം, സയൻസ് എടുക്കണോ, കൊമേഴ്സ് എടുക്കണോ, ഹ്യൂമാനിറ്റീസ് എടുക്കണോ, ഇനി അതെടുത്ത് കഴിഞ്ഞ് എങ്ങോട്ട് പോകും, എഞ്ചിനീയറിംഗിന് പോകണോ, നഴ്സിംഗിന് പോകണോ, MBBS പോകണോ അല്ലേ? അങ്ങനെയൊക്കെ കഴിഞ്ഞ് +2 കഴിഞ്ഞപ്പോൾ വീണ്ടും നമ്മൾ എന്ത് ചെയ്യണമെന്ന് ഇങ്ങനെ ഡൗട്ട് അടിച്ച് നിൽക്കുന്ന സമയത്താണ് പുള്ളിയുടെ എൻട്രി. പുള്ളി വന്നിട്ട് പറഞ്ഞു നഴ്സിങ്ങിനെ പറ്റിയിട്ട് ഇങ്ങനെ. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷനാണ്. നമ്മൾ വിദേശത്തേക്കുള്ള ചാൻസസ് കൂടുതലാണ്, കോളേജ് ബാംഗ്ലൂരാണ് എന്നൊക്കെ പറഞ്ഞ് ബാംഗ്ലൂർ. അപ്പോൾ ഞാനാണെങ്കിലും ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയി. കാരണം വെച്ചെങ്കിൽ പുറത്ത് പോയി പഠിക്കാം. അപ്പോൾ അതുവരെ നമ്മൾ നാട്ടിൽ ഡിഗ്രി ചെയ്യാനുള്ള പ്ലാനൊക്കെ വെച്ചിരിക്കുകയാണ്. പുള്ളി അത് കറക്റ്റായിട്ട് അത് പറയുകയും ചെയ്തു. എൻ്റെ പാരൻസ് കൺവിൻസ്ഡ് ആയി. അപ്പോൾ അങ്ങനെ അന്ന് രാത്രി അവൻ പോയതിന് ശേഷം ഞാനിങ്ങനെ മെല്ലെ ഡ്രീം ചെയ്ത് തുടങ്ങി. അത് ശരി, നമുക്ക് നല്ല ഒരു വീട് കെട്ടണം, ഒരു കാറ് വാങ്ങണം, ഒരു ഫ്രിഡ്ജ്, AC, VCR, TV, നമുക്കങ്ങ് സുഖിക്കണം. നമ്മുടെ ഈ ആവേശം എന്നുള്ള പടക്കം ഇറങ്ങി കഴിഞ്ഞപ്പോൾ പിള്ളേർ പോയി പഠിക്കുന്നുണ്ടല്ലോ പുറത്ത് പോയിട്ട്. എനിക്ക് ആ പടം കണ്ടപ്പോൾ എനിക്ക് അതൊക്കെ ഓർമ്മ വന്നു. പുതിയൊരു നാട്, പുതിയ കുറെ കൂട്ടുകാരെ കിട്ടും, അടിച്ചു പൊളിക്കുക. പ്രത്യേകിച്ച് ബാംഗ്ലൂർ എന്നൊക്കെ പറഞ്ഞ ഒരു സ്വപ്ന നഗരമായിരുന്നു. അപ്പം ഈവൻ അത് പറയുമ്പോൾ ഒക്കെ നമ്മളോട് പറയുന്നുണ്ട് അവിടെ ഹോസ്റ്റൽ ഇങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളത് കൺഫേം ചെയ്ത് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് അന്ന് ഞങ്ങൾക്ക് ആ ഒരാഴ്ചയിൽ ഒരു മാരേജ് ഉണ്ടായിരുന്നു. അപ്പോൾ മാരേജ് ഫംഗ്ഷന് പോകണ സമയത്ത് അപ്പം എനിക്ക് ട്യൂഷൻ എടുത്തായിരുന്ന ഒരു ചേട്ടനുണ്ട്. അപ്പോൾ പുള്ളിക്കാരൻ ഞാനിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോ ചിത്രങ്ങൾ ഇങ്ങനെ വരയ്ക്കുന്നതൊക്കെ പുള്ളിക്കറിയാം. ശങ്കുണ്ണിക്കറിയോ, സംസ്കൃതത്തിലും ഫലിതത്തിലും മാത്രമല്ല ഇൻകം ടാക്സിന്റെ നൂലാമാലകളെ കുറിച്ചും അപാര അറിവാ രാമനാഥന്. ആ പുള്ളി ആ മാരേജ് ഫംഗ്ഷൻ വന്നു കഴിഞ്ഞപ്പോൾ എൻ്റെ അപ്പച്ചൻ ഇങ്ങനെ സംസാരിക്കത്തില്ല, ഇങ്ങനെ പറഞ്ഞു ഇവനിങ്ങനെ നഴ്സിംഗിന് പോകാനുള്ള പ്ലാനൊക്കെ, ബാംഗ്ലൂർ പോവാണ് പഠിക്കാനായിട്ട്. ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ പുള്ളിക്ക് ഭയങ്കരമായിട്ട് ഇതായി. പുള്ളി പറഞ്ഞു ഇങ്ങനെ ഇവൻ ഭയങ്കര ആർട്ടിസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യണതല്ലേ, ഡ്രോ ചെയ്യുന്നുണ്ട്, ഒക്കെ പെയിന്റിങ് ചെയ്യണമല്ലേ. അപ്പം പുള്ളി ഈ പറഞ്ഞ പോലെ ഡിസൈനറാണ്. അപ്പോൾ പുള്ളി ഇങ്ങനെ പറഞ്ഞ് അപ്പച്ചനോട് ഇങ്ങനെ സംസാരിച്ച് ഇവന് പറ്റിയ പ്രൊഫഷൻ ഡിസൈനിങ് ആർട്ടൊക്കെയാണ്. പുള്ളിക്ക് അത് എങ്ങനെയോ എൻ്റെ ഇത് കണ്ട് ഇപ്പം ഞാൻ അവിടെ പുള്ളിയുടെ അവിടെ ട്യൂഷനൊക്കെ പോകുമ്പോൾ ഓൾറെഡി ആൾക്കറിയാം. കാരണം എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ എൻ്റെ ബുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ വരച്ചിട്ടുണ്ടാവും. ചെറുപ്പം മുതലേ വരയ്ക്കണ ലാലേട്ടൻ്റെ ഫോട്ടോസ് കുറേ വരയ്ക്കും. അപ്പോൾ ബുക്കൊക്കെ നോക്കി കഴിഞ്ഞാൽ എൻ്റെ 10th +2 ബുക്ക് നോക്കി കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഓരോരോ തലകളുണ്ടാവും, മോഹൻലാൽ മമ്മൂട്ടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് പുള്ളി കണ്ടിട്ടുണ്ട്. ആ ഫംഗ്ഷൻ്റെ സമയത്ത് പുള്ളി അങ്ങനെ പറഞ്ഞ ആ വേർഡിൽ മൊത്തത്തിൽ അങ്ങോട്ട് പിക്ചർ മൊത്തം മാറി, ചേഞ്ച് ആയി. അച്ഛനും അമ്മയും ചിന്തിക്കാൻ തുടങ്ങി. അവരും ചിന്തിച്ചു. പിന്നെ പുള്ളി അതിന്റെ ഫ്യൂച്ചറിലേക്കുള്ള അതിന്റെ സ്റ്റെപ്പുകളും കൂടി പറഞ്ഞു, സാധ്യതകളെ പറ്റിയും, സാധ്യതകളെ സ്കോപ്പ്. അങ്ങനെ ഒരാൾ വേണം. അതാണ് ശരിക്കും എൻ്റെ ടേണിംഗ് പോയിന്റ്. പുള്ളി പറഞ്ഞു ഗ്രാഫിക്സിന്റെ മേഖലകൾ ഇങ്ങനെയൊക്കെയാണ്. അങ്ങനെ ഡിഗ്രി ചെയ്യുന്നതോടൊപ്പം തന്നെ മൾട്ടിമീഡിയ കോഴ്സ്, അതിലുള്ള സ്പെഷ്യലൈസേഷൻ, അതൊക്കെ ആ ഒരു സമയത്ത് തീർന്നു. പിന്നെ ആണ് ദുബായിക്ക് വരുന്നത്. പക്ഷെ റോഡിലൊന്നും ഒരൊറ്റ അറബിയും കാണുന്നില്ലല്ലോ. അറബികൾ മുഴുവൻ എണ്ണ കുഴിച്ചെടുക്കുന്ന സ്ഥലങ്ങളായിരിക്കും. ആ കള്ളം ഗഫൂർ നമ്മളെ ചതിച്ചു. ദുബായ് ജോലി ചെയ്യുന്നതും ഡിസൈനറായിട്ട്. അപ്പോൾ നമ്മളൊരു പ്രൊഫഷനിൽ കയറുമ്പോൾ അവിടെ കുറേ ഓപ്പർച്യൂണിറ്റികൾ ഇങ്ങനെ കിടക്കാണല്ലോ. അപ്പോൾ നമ്മൾ അപ്പോഴും നമ്മളതിൽ കോൺസ്റ്റന്റ്ലി ഈ ഒരു പ്രൊഫഷന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഒരു 6 മാസം വെയിറ്റ് ചെയ്തു. പക്ഷേ കിട്ടി. പിന്നെ ഒരു 16 വർഷത്തോളം ഈ ഒരു 16 വർഷം ഈ പ്രൊഫഷനിൽ നിന്നുകൊണ്ട് ദുബായിലല്ലേ? അതെ. ശരിക്കും ആ ഒരു ദിവസം ഇല്ലായിരുന്നെങ്കിൽ ചിലപ്പോൾ ഒരു പക്ഷേ എനിക്ക് ഇഷ്ടമുള്ള പ്രൊഫഷൻ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വൈഫ് നഴ്സാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഒരു പ്രപ്പോസൽ വന്നപ്പോൾ എനിക്ക് നഴ്സിംഗ് പ്രൊഫഷൻ ഭയങ്കര ഇഷ്ടമുള്ള പ്രൊഫഷനാണ്. അപ്പോൾ അതൊരു സൈഡിൽ അത് നടന്നു. അപ്പം വഴിത്തിരിവായത് ആ ഒരു സംഭാഷണമാണ്, പുള്ളിയുടെ ആയിട്ടുള്ള ഒരു കോൺവെർസേഷനിലാണ് ശരിക്കും അതിലേക്ക് ഒരു ഡിസിഷൻ എടുക്കുന്നത്. ഇല്ലായിരുന്നെങ്കിൽ ഇപ്പം ഹസ്ബൻഡും വൈഫും നേഴ്സായി പോയാനല്ലേ?
അതെ. അപ്പോൾ അത് ഇഷ്ടം കൊണ്ട് ചെയ്യണ ഒരു ഇതുണ്ടല്ലോ, ഒരു ജോലി. അതാണ് നമ്മളുടെ ഒരു പാഷൻ എന്ന് പറയുന്ന സംഭവം അല്ലേ? അതെ അതെ, അത് വളരെ കുറച്ച് പേർക്ക് അതിനുള്ള ഒരു ചാൻസ്, ഓപ്പർച്യൂണിറ്റി കിട്ടാറോ. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഇത് തന്നെയാണ് എൻ്റെ ഒരു റൈറ്റ് പ്രൊഫഷൻ എന്ന് വിശ്വസിക്കുക. അപ്പോൾ അത് ആ ഒരു കോൺവെർസേഷനിൽ വന്നതാണ്, അതാണ് എൻ്റെ വഴിത്തിരിവ്. എല്ലാവരും ജീവിതത്തിൽ അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റിനായിട്ട് ഒരാൾ കാണുമായിരിക്കും ഉണ്ടാവും. അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളുടെ ഉള്ളിലുള്ള കഴിവിനെ കഴിഞ്ഞ് കൂടുതൽ ചിന്തിക്കുന്നത് വീട്ടുകാരുടെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, നീ 10 ആകുമ്പോൾ തന്നെ നിനക്ക് എഞ്ചിനീയറിംഗിന് പോകണം അല്ലെങ്കിൽ മെഡിസിന് പോകണം, അപ്പോൾ നീ എന്തായാലും സയൻസ് എടുത്തേ പറ്റുള്ളൂ. അപ്പോൾ അവനതിനെപ്പറ്റി പഠിക്കാനായിട്ടുള്ള കഴിവുണ്ടോ അല്ലെങ്കിൽ ബുദ്ധിയുണ്ടോ എന്ന് പോലും ചിന്തിക്കാണ്ട് പല കുട്ടികളെ ഇതുപോലെ പ്രഷർ ചെയ്ത് കൊണ്ട് ചേർക്കുന്ന, ഇഷ്ടമില്ലാണ്ടുള്ള ജോലികൾ ചെയ്യുന്ന എത്രയോ ആൾക്കാരുണ്ടായിരിക്കും. അങ്ങനെ പ്രാഞ്ചി ഇന്നിവിടെ ഈ സ്റ്റുഡിയോയിൽ ഇരിക്കുന്നു, ന്യൂസിലാൻഡിൽ. അതെ അതെ അതെ, നൈസ്. അപ്പോൾ ഇതിനെ പെട്ടെന്ന് റിലേറ്റ് ചെയ്ത് ഉള്ള പാട്ടുകളൊന്നുമല്ല, പക്ഷെ നമ്മളുടെ പ്രോഗ്രാമിൻ്റെ ഒരു ഗതി അനുസരിച്ചിട്ട് ഒരു പാട്ട് വരണമല്ലോ. അപ്പോൾ നമുക്ക് ആ പാട്ട് കേൾക്കാം, പോവാം. പിടയുന്നൊരെൻ്റെ ജീവനിൽ കിനാവു തന്ന കൺമണി, നീയില്ലെങ്കിലെന്നിലെ പ്രകാശമില്ലിനി, മിഴിനീരു പെയ്ത മാരിൽ കെടാതെ കാത്ത പുഞ്ചിരി, നീ എന്നൊരാ പ്രതീക്ഷയിൽ എരിഞ്ഞ പൊൻതിരി. മനം പകുത്തു നൽകിടാം, കുറുമ്പു കൊണ്ട് മൂടിടാം, അടുത്തു വന്നിടാം, കൊതിച്ചു നിന്നിടാം, വിരൽ കൊരുത്തിടാം, സ്വയം മറന്നിടാം, ഈ ആശകൾ തൻ മൺതോണിയുമായി തുഴഞ്ഞകലെ പോയിടാം. എൻ്റെ നെഞ്ചാകെ നീയല്ലേ, എൻ്റെ ഉന്മാദം നീയല്ലേ, നിന്നെ അറിയാനുള്ളു നിറയാൻ ഒഴുകി ഒഴുകി ഞാൻ, എന്നുമെന്നും ഒരു പുഴയായി ആരാധിക്കേ, മഞ്ഞുതീരും വഴിയരികെ നാളേറെയായി കാത്തു നിന്നോ മിഴി നിറയെ. പ്രാഞ്ചി ആ നേഴ്സിംഗ് പോകാനിരുന്ന കാലഘട്ടം അല്ലെങ്കിൽ പോകാനിരുന്ന സ്ഥലവും ബാംഗ്ലൂരിലായിരുന്നു. അതെ അതെ അതെ. ബാംഗ്ലൂരിനെ പറ്റി ഒരുപാട് പറയാനുള്ള ഒരാൾ നമ്മുടെ കൂടെയുണ്ട്, അരുൺ അറമ്പ. ഞങ്ങൾ അറമ്പ എന്ന് വിളിക്കുന്നത്. അറമ്പയുടെ ഒരു ശരിക്കുള്ള ജീവിത കാലഘട്ടം ബാംഗ്ലൂരായിരുന്നു. ബാംഗ്ലൂരിലെ മറ്റേ ആവേശത്തിലെ ഭഗതില്ലേ, രംഗണ്ണനായിരുന്നു. സൂപ്പർ ആയിരുന്നു. അവിടെ പഠിച്ചതും അവിടെ നടന്നതും ബൈക്ക് ഓടിച്ചതും അയ്യോ തണുപ്പും. പക്ഷെ ഞാനൊക്കെ ചെല്ലുമ്പോൾ ശരിക്കും ബാംഗ്ലൂർ അതൊരു ശരിക്കും ഒരു ഗാർഡൻ സിറ്റി തന്നെ ആയിരുന്നു. ജീവിതത്തിൽ വഴിത്തിരിവായൊരു ടേണിംഗ് പോയിന്റ്. ചെറുപ്പത്തിലെ ഞാൻ അങ്ങനെ ഒരു സംഭവം ചെയ്തില്ലായിരുന്നെങ്കിൽ ഞാൻ ഇവിടെ ഇരിക്കില്ലായിരുന്നു. ഞാൻ വേറെ സംഭവത്തിലായാനെ. അതിന്റെ കാരണം എന്ന് വെച്ചാൽ ചെറുപ്പം പോലെ നമ്മുടെ ഇന്ത്യൻ ആർമിയിൽ ചേരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. എന്ന് ഒരുമിച്ചിരുന്ന് മോന്തെന്ന് റോയ് ചാൻ അറിയോ ഇയാൾ ആരാണെന്ന്? ഇയാള് ഇന്ത്യൻ മിലിറ്ററിയുടെ സൈബർ ഇന്റലിജൻസ് വിങ്ങിന്റെ കമാൻഡിംഗ് ഓഫീസർ മേജർ ശ്രീകുമാർ. എൻ്റെ അപ്പാപ്പനും അമ്മാമ്മയും രണ്ടുപേരും മിലിറ്ററിയിലായിരുന്നു. ഡാഡിയുടെ അമ്മ മിലിറ്ററി നേഴ്സായിരുന്നു, ഡാഡിയുടെ അപ്പച്ചൻ മിലിറ്ററിയിലായിരുന്നു. നിങ്ങളുടെ ഈ ആഗ്രഹത്തിന് വീട്ടുകാരൊക്കെ ആയിരുന്നോ മിലിറ്ററിയിൽ ഒരു പരിധി വരെ അവർക്ക് അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല എന്ന് എനിക്കിപ്പോ തോന്നുന്നുണ്ട്. കാരണം ചെറുപ്പം പോലെ അപ്പാപ്പൻ പണ്ട് ഇന്ത്യ ബർമ മറ്റേ യുദ്ധമൊക്കെ ഉണ്ടായ സമയത്ത് അപ്പാപ്പൻ ഈ യുദ്ധത്തിൽ പോയതും അവര് പിടിച്ചുകൊണ്ട് പോയ കഥകളും പിന്നെ അവിടെ നിന്ന് രക്ഷപ്പെട്ടു വന്ന കഥകളും ഒക്കെ ഒരുപാട് ഞാൻ കേട്ടിട്ടുണ്ട്. പിന്നെ അതും ഞാനൊക്കെ ചെറുപ്പത്തിലെ ഈ ഫ്രൈഡേയും സാറ്റർഡേയും DD1 ഹിന്ദി മൂവീസ് ഉണ്ടാവും, അത് ഞാൻ ഒന്നും വിടാണ്ട് കാണും. ഞാൻ ഹിന്ദി എങ്ങനെ പഠിച്ചെന്ന് പോലെ എനിക്ക് അറിയാൻ പാടില്ല. ഞാൻ ചപ്പാത്തി കഴിക്കാറില്ല, ചോറാണ് തിന്നണത്.
അതുകൊണ്ട് എനിക്ക് ഹിന്ദി അറിയാനും പാടില്ല. പക്ഷെ അന്നൊക്കെ വന്ന ഹിന്ദി മൂവീസ് കുറെ മിലിറ്ററി റിലേറ്റഡ് ആയിട്ടുള്ള മൂവീസുകളൊക്കെ കുറെയൊക്കെ നന്നായിട്ട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്തോ ചെറുപ്പം മുതൽ മിലിറ്ററി പോകണം എന്നുള്ള ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ അതിന്റെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പാണല്ലോ NCC എന്ന് പറയുന്ന സംഭവം. പോയി. പക്ഷെ ഈ NCC കാഡറ്റ്സിന് ഈ മിലിറ്ററി ക്യാമ്പിൽ പോകുന്നൊരു സംഭവമുണ്ട്. അതൊരു 5, 6 അല്ലെങ്കിൽ 7 ദിവസത്തെ 1 വീക്കിന് അണ്ടറിലുള്ള ഒരു ഇതായിരിക്കും. ഇതിൻ്റെ അകത്ത് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മിലിറ്ററിയിലേക്ക് കയറാന്ന് പറയുന്നത് ഒരു ഈസി പ്രോസസ്സാണ്. ഒരുപാട് പോയിന്റ്സും കുറെ പ്ലസ് പോയിന്റ്സ് ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ ഇങ്ങനെ ഒരു 7 ദിവസത്തെ ഒരു ക്യാമ്പ് വന്നു. ഞാനതിന് പോകാൻ വേണ്ടി എല്ലാം റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ്. എനിക്ക് പോയി എനിക്ക് അതിനകത്ത് കയറണം. എങ്ങനെ ഒരു പട്ടാളക്കാരനായിട്ട് NCCയിൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ അവിടെ +1 ഒക്കെ കയറുന്ന സമയത്ത് നമ്മളവിടെ .22 കണ്ണ് എങ്ങനെ ഹാൻഡിൽ ചെയ്യാം, ഷൂട്ടിങ് പഠിപ്പിക്കും, ഇതെല്ലാം ചെയ്യിപ്പിക്കും സംഭവങ്ങൾ. അന്ന് ആലോ UC കോളേജിലെ ഗ്രൗണ്ടിൽ കൊണ്ടുപോയിട്ടാണ് ഷൂട്ടിംഗ് ഒക്കെ പഠിക്കുന്നത്. അത് .22. അവിടുത്തെ തന്നെ മിലിറ്ററി ബേസിൽ നിന്ന് ഓരോരുത്തർ ചില ഈ വെപ്പൺസ് കൊണ്ടുവരും. ബുള്ളറ്റ്സും സെപ്പറേറ്റ് കൊണ്ടുവരും. ബുള്ളറ്റ്സ് അതിനകത്ത് എടുത്തൊന്നുമില്ല. നമ്മൾ ഈ LMGയും CMGയും അതൊക്കെ കൊണ്ടുവന്ന്, അതായത് ലൈറ്റ് മെഷീൻ ഗണ്ണും കാർബൺ മെഷീൻ ഗണ്ണും ഇതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ഡിസ്പ്ലേയിൽ വെച്ചിട്ട് നമുക്ക് ഓർമ്മയുണ്ടല്ലേ? ഇപ്പോഴും ഓർമ്മയുണ്ട്. അതിന് അത്ര സംഭവമായിട്ട് ഞാനും പണ്ട് 8ാം ക്ലാസ്സിൽ ഇതുപോലെ NCCക്ക് പേര് കൊടുത്തായിരുന്നു ആൾക്കാർ. അപ്പൊ വാരിപ്പുറക്ക് ഞാനും കൊടുത്തു. പൊക്കയിൽ എന്ന് പറയുന്ന ഇറക്കി വിട്ടു. അല്ലെങ്കിലും നീ ഒന്നും എന്നെ അർഹിക്കുന്നില്ലടാ. പിന്നെ വഴിക്കാൻ പോയിട്ടില്ല. അപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ഇനി മിലിറ്ററി ക്യാമ്പിൽ പോകുമ്പോൾ അവിടെ വേറെ സംഭവമാണ്. അതിരാവിലെ എണീക്കണം. ഈ ബങ്കർ ബെഡ് പോലത്തെ ബെഡുകൾ. സാർ എന്തിനാ ഈ വേണ്ടാത്ത പണിക്ക് ഇറങ്ങി പുറപ്പെട്ടത്? ഇത്രയും ദുരാഗ്രഹങ്ങൾ മനുഷ്യന് പാടുന്നു. ഞാൻ കേണലാകാൻ പോകുന്നു നാട്ടുകാരെല്ലാം അറിഞ്ഞു പോയില്ലേ പട്ടാളക്കാര. അതേ ചിട്ടകളിലായിരിക്കും. അവരുടെ അതേ ട്രെയിനിങ്ങിന്റെ കൂടെ തന്നെ നമ്മളെ NCC കാഡറ്റ്സിനെ കൂടെ കയറ്റി അവർക്കുള്ള ട്രെയിനിങ് അങ്ങനെ ഒരു പോളിഷ് ചെയ്തെടുത്തൊരു ട്രെയിനിങ് കാര്യങ്ങളൊക്കെയാണ്. ഇതിന് പോകാൻ വേണ്ടി ഞാൻ ബാഗൊക്കെ സെറ്റാക്കി റെഡിയാക്കി വെച്ചേക്കാം. ഫോർ സം റീസൺ വീട്ടുകാർ വീട്ടില്ലാന്ന് പറയാൻ പറ്റില്ല. എനിക്ക് ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം പോയില്ല. അതിനെപ്പറ്റി വയറിന് സുഖമില്ലായിരുന്നു. അത് ഞാനിപ്പോ ഇവിടെ പറയുള്ളത്. ഏതാണ്ട് അതുപോലൊക്കെ ഏകദേശം. പക്ഷെ അന്ന് പോയില്ല. അന്നത് പോയില്ല. അത് എനിക്ക് തോന്നുന്നു അന്ന് ഞാനത് പോയിരുന്നെങ്കിൽ കൂടെ ഉണ്ടായ 3 പേര് സംഭവം കഴിഞ്ഞ് +2 കഴിഞ്ഞ് ND എക്സാം എഴുതി അവര് കേറി. ഇപ്പോഴും പട്ടാളത്തിലാണോ? ഇപ്പോഴും അവരോട് തന്നെ മിലിറ്ററി സെർവ് ചെയ്യുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സംഭവം അന്ന് ഒരുപക്ഷെ പോയിരുന്നെങ്കിൽ ഇന്ത്യൻ മിലിറ്ററി ഉണ്ടാവും. പിന്നെ +2 കഴിഞ്ഞിട്ട് വേറെ കുറച്ച് ഇൻട്രസ്റ്റിലേക്ക് മാറി. ബോംബെ, കൽക്കട്ട, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലെ മില്ലുകളിൽ നിന്നുള്ള നേരിട്ടുള്ള സപ്ലൈ, ആദായ വിൽപ്പന, സൗജന്യ വിൽപ്പനയില്ല. അപ്പൊ പിന്നെ കാരണം അത് പിന്നെ പോയിട്ട് കാര്യമില്ല രീതിയിൽ അങ്ങനെ എനിക്ക് തോന്നിയപ്പോ പിന്നെ അങ്ങനത്തായി. ഇടയ്ക്ക് ഞാൻ ആലോചിക്കും. ഭയങ്കര ആഗ്രഹമായിരുന്നു ചെറുപ്പത്തിലെ. അത് കഴിഞ്ഞിട്ടായാലും പോകാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയാണ്. പക്ഷെ അത് നോക്കിയില്ല. അപ്പൊ അതായിരുന്നില്ല എനിക്ക് ഇന്നർ കോറിൽ അതായിരുന്നില്ല, അല്ലെങ്കിൽ വിധി അതായിരുന്നില്ല. NCC ആ ക്യാമ്പിന് പോയിരുന്നെങ്കിൽ ഇന്നൊരു ഇന്ത്യൻ മിലിറ്ററിയിൽ ഇരിക്കേണ്ട ഒരാളായിരുന്നു. പോയേനെ, ഉറപ്പായിട്ടും പോയേനെ ചിലപ്പോ. ഇന്നിപ്പോ ഇവിടെ ന്യൂസിലാൻഡിലെ ഈ സ്റ്റുഡിയോ ഫ്ലോറിൽ. പക്ഷെ ഇന്നത്തെ കറന്റ് സിറ്റുവേഷനിൽ ഞാൻ ഹാപ്പിയാണ് തീർച്ചയായിട്ടും. അപ്പൊ ഞാൻ ഏതായാലും പാട്ടിലേക്ക് പോവാം. പാട്ട് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതാണ് പാട്ടെന്ന് മനസ്സിലാവും. ഓക്കെ. ആട്ടുതൊട്ടിൽ കൂട്ടിനുള്ളിൽ കൺമണിയേ, ചിപ്പിയുള്ളിൽ മുത്തുപോലൻ പൊന്മകളെ, എന്നുമെന്നും കിന്നരിക്കാം ഓമനിക്കാം, ചക്കരപ്പൊന്നെറ്റിയിലോ പൊട്ടുതൊടാ, നീ പകരും പുഞ്ചിരികൾ കണ്ടു നിന്നാൽ നൂറഴക്, നീ പീടഞ്ഞാൽ എന്നുയിരിൽ കുരിരുള്, വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല, നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല, ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ, മെല്ലെ പൂവിടു നീ വസന്തം കാത്തിരിപ്പൂ. പൂങ്കുഴലുതാൻ പോകും പാഴ്മുളം കാറ്റിൽ, ആലില വീഴും കാവിൽ പോയി വരികേണം,
വേണ്ടിടുവോളം കണ്ണേ നീ നുകരേണം. എത്താത്ത കൊമ്പിൻ കിളിനാദം കേട്ടു പാടേണം. മോഹങ്ങളെല്ലാം കൊതി തീരും മുൻപ് നേടേണം. ഇനി കണ്ണീരൊന്നും വേണ്ട, മനം പൊള്ളും നോവും വേണ്ട. അരികത്തായെത്തും കാവൽ നിൽക്കാൻ ഞാനില്ലേ. വിങ്ങും നെഞ്ചുടുക്കിൽ തിരയാ താളമില്ല. നിന്നെ ചായുറക്കാൻ മതിയാം രാഗമില്ല. ഞാനാ പൂമരത്തിൽ വളരും കുഞ്ഞുമുട്ടേ. മെല്ലെ പൂവിടു നീ, വസന്തം കാത്തിരിപ്പൂ. ജെഫി, അറമ്പാടെ കഥ കേട്ടപ്പം നിനക്ക് മിലിറ്ററി പോകണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടോ? അല്ല, അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നോ? ഇല്ല മിലിറ്ററി പോകണമെന്ന് എനിക്കൊരു ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷേ ഇപ്പം എൻ്റെ ഈ ഒരു വഴിത്തിരിവ് എന്ന് പറയുമ്പോൾ എനിക്ക് വരുന്ന മനസ്സിൽ കുറേ കഥകളുണ്ട്. ഇപ്പോൾ പ്രാഞ്ചി പറഞ്ഞ പോലെ എനിക്ക് പണ്ട് ഒരുപാട് ആഗ്രഹങ്ങളുണ്ടായിരുന്നു. കൊച്ചിലെ മുതൽ എനിക്ക് പൈലറ്റ് ആവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഭയങ്കര ഫീസ് കൂടുതലാണ്. അപ്പൊ അതൊക്കെ മനസ്സിലാക്കിയപ്പോൾ പിന്നെ വിട്ടു. അപ്പൊ എനിക്ക് പ്രാഞ്ചിയുടെ സെയിം കഥയായിട്ട് ചെറിയൊരു സാമ്യമുള്ള കഥയാണ്. എനിക്കും ഈ വരയും കുറിയൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നോട്ട്ബുക്ക് കണക്കിന് ഞാൻ വരച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ നീ വരയ്ക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ശരിയാ, നമ്മളാരും നീ ഇല്ല, ഞാൻ വരയൊക്കെ നിർത്തിയിട്ട് കുറെ കാലമായി. എന്റെ കഴിവുകളെ നീ ഉറക്കിക്കിടത്തേക്കാണോ? അപ്പൊ വണ്ടികളോട് ഭയങ്കര ഭ്രാന്താണ്. ഈ ഓട്ടോമൊബൈൽ ഡിസൈനർ ആവണമെന്ന്. അപ്പൊ ഈ പൈലറ്റിന്റെ ഇത് പൊളിഞ്ഞു, ആഗ്രഹം പൊളിഞ്ഞു. നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. പിന്നെ വേറെ അടുത്തത് ഇതാണ് ആഗ്രഹമുള്ളത്. ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പൊ അതൊരു പാത്ത് വേ ആയിരുന്നു. അപ്പൊ അത് തന്നെ എടുക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങനെ പോയി. പിന്നെ നമ്മുടെ പതിവ് പോലെ നമ്മുടെ സൊസൈറ്റി, നാട്ടുകാർ എല്ലാം ഇതിനൊന്നും സ്കോപ്പില്ല എന്ന് പറഞ്ഞ് കുത്തി നിറച്ച് ഞാൻ പിന്നെ അങ്ങനെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗിൽ കയറി. അങ്ങനെ അല്ലെങ്കിൽ ഒരു പക്ഷേ ഒന്നെങ്കിൽ ഒരു പൈലറ്റ് ആയി പോകാൻ പൈസ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷെ ഇത് അതിന് വേറെ ഗുഡ് സൈഡ് ഉണ്ടായെന്ന് പറഞ്ഞാൽ, ഇത് ഞാൻ പണ്ട് ലിൻസിന്റെ എന്റെ വൈഫിന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അവൾ ഓർത്ത് വെച്ചിട്ട് കഴിഞ്ഞ ബർത്ത്ഡേക്ക് എനിക്ക് ഞാൻ ഇവിടെ ഫ്ലൈറ്റ് പറപ്പിക്കുകയുണ്ടായി. ഭയങ്കരം തന്നെ. അപ്പൊ തന്നെ നമ്മളെ വിളിച്ചിട്ട് ഒരു അവാർഡ് തന്നു. ഒറിജിനൽ പൈലറ്റ് സൈഡിൽ ഇരിക്കും. നമ്മുടെ പ്ലെയിൻ ഉണ്ട് പറപ്പിച്ചോളാൻ പറയല്ല. നമുക്ക് ആ കോക്പിറ്റിൽ ഇരിക്കാം. കോക്പിറ്റിൽ ഇരുന്ന് നമ്മൾ കൺട്രോൾ ചെയ്ത് നമുക്ക് കൂടെ ഇരുന്ന്. അപ്പൊ അവൾക്ക് ആ ആഗ്രഹം ഓർത്ത് വെച്ച് അവൾ എനിക്കത് ചെയ്തു തന്നു. അത് എനിക്ക് ഭയങ്കര ഹാപ്പിയായി. ആഗ്രഹങ്ങൾ നടന്നില്ലെങ്കിൽ പോലും മറ്റൊരു വഴി കൂടെ അതൊക്കെ ഇങ്ങനെ സാധിച്ചു പോകുന്നു. പിന്നെ ഇപ്പൊ പാട്ടിനോടുള്ള താല്പര്യം, പാട്ട് പാടാനുള്ള താല്പര്യം, ഇങ്ങനെ ഒരു ബാൻഡ് ഉണ്ടാവുകയും. ജെഫിക്ക് സ്റ്റേജ് ഫിയർ ഉണ്ടായിരുന്ന ഒരു ഭയങ്കരമായിട്ട്. എനിക്കൊന്നൊരു ഒരു കൊല്ലം മുമ്പ് വരെ ഉണ്ടായിരുന്നു. അതായത് എല്ലാരെയും പോലെ സ്റ്റേജിൽ കയറും മാത്രമല്ല, ഒരു 4 പേരുടെ മുന്നിൽ നിന്ന് അവന് ഒരു ഒറ്റയ്ക്ക് വർത്താനം പറയാൻ തന്നെ ഭയങ്കര ഒരു ജാള്യതൊക്കെ ഉണ്ടായിരുന്നു. തട്ടുംപുറം ആണ് ജെഫിയെ മാറ്റിയെന്ന് ജെഫി ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്. അതിന് പ്രാഞ്ചിയോട് നന്ദി പറയാം. അതെ. കാഥികന് തെറ്റിപ്പോയതാണ്. ഞാൻ വെറും തങ്കപ്പനല്ല, മനോജ് കുമാറാണ്. സിനി ഫെയിം, റേഡിയോ ഫെയിം. ഹാപ്പിയാണ്? പിന്നെ ഹാപ്പിയാണ്. ഇപ്പൊ ഹാപ്പി ആവാതിരിക്കാൻ ഞാൻ എപ്പോഴും ഹാപ്പിയാണ്. പക്ഷെ ഈ പറഞ്ഞ പോലെ ചില ആഗ്രഹങ്ങൾ നടക്കാതെ ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന കൊണ്ട് ഇതൊരു വഴിത്തിരിവായി മാറി എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ വന്നെത്തി, എല്ലാരെയും കാണാൻ പറ്റി. ഇതുപോലെ നല്ലൊരു ഫ്രണ്ട് സർക്കിൾ ഉണ്ട്, എല്ലാരും ഉണ്ട്, ഒരു ബാൻഡ് ഉണ്ട്, ഇതുപോലെ ഒരു സ്റ്റുഡിയോ കിട്ടി. ഇതൊക്കെ ചെറിയ ചെറിയ ആഗ്രഹങ്ങളായിരുന്നു. എല്ലാം നടക്കുന്നുണ്ട്. ഇപ്പൊ ഒരു സന്തോഷം, സക്സസ് സ്റ്റോറി. നൈസ്. എന്നാ പിന്നെ ജെഫിയുടെ പാട്ടുകൂടെ കേൾക്കാം. അപ്പൊ എൻ്റെ പാട്ടും കൂടെ എന്നാ ഞാൻ പറയാതെ തന്നെ പാടിയേക്കാം. ഓക്കെ. പറയുവാനിതാദ്യമായി വരികൾ മിഴികളിൽ 1000 മഴവിൽ പോലെ ശലഭമായി പറന്നൊരാൾ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവ
പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും. മോതിരം കൈമാറാൻ മനസാലെ മൂളുന്നു സമ്മതം. താരകൾ മിന്നുന്നു ഇനി 100,000 ഒരു പൂക്കാലം കൺകളിലാടുന്നു. രാവേതോ വെണ്ണതിയാകുന്നു. കിനാവുകൾ തുഴഞ്ഞു നാം ദൂരെ ദൂരെയോ. നിലാവിതൾ മെനഞ്ഞു നാം കൂടു തേടിയോ. പറയുവാനിതാദ്യമായി വരികൾ മിഴികളിൽ 1,000 മഴവിൽ പോലെ ശലഭമായി പറന്നൊരാ അരികിൽ ചേരും. പതിയെ ഞാൻ തൊടുന്നതും അവളോ മായും. ഇതിന്റെ വഴിത്തിരിവുകൾ ഉണ്ടെങ്കിൽ എന്റെ കാര്യത്തിൽ നിങ്ങളെ കഴിഞ്ഞാൽ കുറച്ച് ഡിഫറെന്റ് ആയിട്ടാണ്. അതായത് 10ാം ക്ലാസ് കഴിയുന്നു, കമ്പ്യൂട്ടർ സയൻസ് എടുത്തതിന് ശേഷം എഞ്ചിനീയറിംഗ് മെക്കാനിക്കലിൽ തന്നെ പഠിക്കാൻ എൻ്റെ ആഗ്രഹമായിരുന്നു. അതിനേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തു. മെക്കാനിക്കൽ എടുത്തു, മെക്കാനിക്കൽ എഞ്ചിനീയറായി. നാട്ടിൽ ഇതുപോലെ ഒരു 5 വർഷമൊക്കെ ജോലി ചെയ്ത് കഴിഞ്ഞപ്പം എല്ലാവർക്കും നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്ഥലങ്ങളല്ലേ. അതായത് ചിലർക്ക് പാരീസ് ആവാം, ലണ്ടൻ ആവാം, അമേരിക്ക ആവാം. എങ്ങനെയാണെന്ന് അറിയത്തില്ല. കോളേജ് കാലഘട്ടത്തിൽ ഞാൻ എങ്ങനെയാണ് ന്യൂസിലാൻഡിനെ പറ്റി അറിയുന്നു. എനിക്ക് ന്യൂസിലാൻഡിനെ പറ്റി, ഇവിടുത്തെ ഒരു ഭൂപ്രകൃതിയെ പറ്റിയൊക്കെ അറിയാം, സ്ഥലങ്ങൾ അടിപൊളിയാണെന്നറിയാം. പക്ഷെ എനിക്ക് ഭയങ്കരമായിട്ട് അതിയായ ആഗ്രഹമായിരുന്നു ന്യൂസിലാൻഡിൽ പോകണമെന്ന്. അപ്പോൾ ഇവന്മാരെല്ലാം വട്ടത്തിലിട്ട് കളിയാക്കും. തന്നെ പോയത്. അപ്പോൾ ശരിക്കും കളിയാക്കും. ഇടയ്ക്ക് കിവി ബൈ പറഞ്ഞ അവർക്ക് ന്യൂസിലാൻഡിൽ പോകുന്നൊക്കെ പറഞ്ഞാൽ ആ രീതിയിൽ നാറ്റിക്കുമായിരുന്നു. അപ്പം കോളേജ് കഴിയുന്നു, അതൊക്കെ നമ്മൾ വിട്ടു. സോ ഞാൻ ഒരു റിഫൈനറി പണിയെടുത്തു മംഗലാപുരത്ത്. അവിടെ നേരെ ഗുജറാത്ത് പോകുന്നു. അങ്ങനെ ഒരു 5 വർഷത്തോളം നോർത്ത് ഇന്ത്യ എല്ലാം ഒന്ന് കറങ്ങി പോകുമ്പോൾ അപ്പോൾ ന്യൂസിലാൻഡ് മറന്നു. അപ്പോൾ എനിക്കറിയാം എന്നെ കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല. ഈ പറഞ്ഞ പോലെ ന്യൂസിലാൻഡ് വരിക എന്നുള്ളത് പറഞ്ഞാൽ അത്രയും പൈസ മുടക്കണം, പിന്നെ എങ്ങനെ എത്തും എന്നുള്ള കാര്യമൊന്നും അറിയത്തില്ല. അപ്പോൾ അത് മനസ്സിലെവിടെയോ ഉറങ്ങിയാൻ കിടന്നു. ഞാനും എല്ലാവരെയും പോലെ തന്നെ ഗൾഫിലേക്ക് ട്രൈ ചെയ്യുന്നു. ഇതേപോലെ 5 വർഷമൊക്കെ എക്സ്പീരിയൻസ് ആയി കഴിയുമ്പോൾ ദുബായിക്ക് പോകാനായിട്ട് ഒരു ഓഫർ വരുന്നു. ഓഫർ ലെറ്റർ കിട്ടി, കോൺട്രാക്ട് കിട്ടി, എല്ലാം സൈൻ ചെയ്തു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു 14-ാം തീയതി നിന്ന് കയറണം. ഓക്കെ, ടിക്കറ്റ് അന്ന് രാവിലെ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ തലേ ദിവസം എല്ലാ കമ്പനിക്കാരെ വിളിച്ച് കളിയാ പോവാണ്, ബൈ എല്ലാവരും നാളെ വരണം, വീട്ടിൽ കപ്പുരാനുണ്ട്, വരണം കേട്ടോ. ഒരു ടെമ്പോ ട്രാവൽ കിടക്കുക, കാരണം കമ്പനിക്കാരെല്ലാം വരും, നിന്നെ കൊണ്ടാക്കിയിട്ടുള്ളതെന്ന് പറഞ്ഞിട്ട് രാവിലെ ആയിട്ട് ഇങ്ങനെ കാത്തിരിക്കുക. 10 മണിയാകുമ്പം അച്ഛൻ വന്ന് ചോദിച്ചു, എടാ ടിക്കറ്റ് വന്നില്ല. അപ്പൊ ഹാപ്പിയാ. 10-ആയി 12-ആയി 5 മണിയായിട്ടും പോക്ക് നടക്കുന്നില്ല, ടിക്കറ്റ് വന്നിട്ടില്ല. ഞാൻ മെയിൽ അയച്ചുകൊണ്ടിരിക്കും. എനിക്ക് ഞാൻ ടെൻഷനും കൂടി. അങ്ങനെ ഒരു 6 മണിയൊക്കെ ആയപ്പം ഇവർ എനിക്ക് മെയിൽ അയച്ചു. റിസപ്ഷൻ ആയതുകൊണ്ട് ഇപ്പൊ കമ്പനി ആ പൊസിഷൻ ഹോൾഡ് ചെയ്തേക്കുവാണ്. സോ ഇപ്പം നമുക്ക് ടിക്കറ്റ് അയക്കാൻ പറ്റില്ലെന്ന്. തീർന്നു. ഓക്കെ, അവിടുന്ന് ഭയങ്കര വിഷമം. ശരിക്കും എത്ര ആൾക്കാരെ വിളിച്ചിട്ട് ഞാനാണ് ജോലിയും റിസൈൻ ചെയ്ത് ദുബായ് എന്നുള്ള സ്വപ്നം കഴിഞ്ഞു. ഇനിയിപ്പോൾ പിന്നെ ചിന്തയെന്ന് വെച്ചാൽ എങ്ങനെയാലും ഒക്കെ ഗൾഫിലെത്തുക എന്നുള്ളത് മാത്രമായി. എങ്ങനെയാലും ഗൾഫിലെത്തുക. അപ്പോൾ ഞാനിങ്ങനെ കോഴിക്കോട് നമ്മുടെ ഒരു സ്ഥാപനത്തിൽ എഞ്ചിനീയറിംഗ് സ്ഥാപനത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കോട്ടയത്തുള്ള എൻ്റെ കമ്പനിക്കാരുണ്ട്, ഷാരോൺ എന്ന് പറയുന്നത്. അപ്പം അവനെ വിളിച്ച് പറഞ്ഞിടാ, നമ്മുടെ കോട്ടയത്ത് നാമ്പടത്ത് ഇതേപോലെ ഒരു ജോബ് ഫെയർ നടപ്പുണ്ട്. അപ്പോൾ അവിടെ ഈ യൂറോപ്യൻ കൺട്രീസിൻ്റെ ഒക്കെ പോകാനുള്ള ഒരു കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഇനി ശനിയാഴ്ച ഇങ്ങോട്ട് വരാമെന്ന് വെച്ചു. അപ്പോൾ ഞാൻ ഇതുപോലെ വെള്ളിയാഴ്ച വൈകുന്നേരം ക്ലാസ്സും കഴിഞ്ഞിട്ട് നേരെ കോട്ടയത്തിന് വിട്ട് രാവിലെ ഞാനും അളിയനും കൂടെ ഇതുപോലെ കോട്ടയം ജോബ് ഫെയറിന് പോയി കഴിഞ്ഞപ്പം വീണ്ടും ഞാൻ കയറി ചെല്ലുമ്പോൾ ന്യൂസിലാൻഡിൻ്റെ ബോർഡ് വെച്ചേക്കുക, ന്യൂസിലാൻഡിൽ നിങ്ങൾക്ക് പോകണമെന്നൊക്കെ ചോദിച്ചുകൊണ്ട്. വീണ്ടും എൻ്റെ പഴയ ന്യൂസിലാൻഡ് ഇങ്ങനെ ഉണർന്നു വന്ന് ഇപ്പം നേരെ ഒരു ഏജൻസിനെ കണ്ടു. അപ്പോൾ ഏജൻസിയിൽ സ്റ്റോൾ ഇട്ടിട്ടുണ്ടല്ലോ, നേരെ അവിടെ ചെന്നിരുന്നു. ഓക്കെ കഴിഞ്ഞു. അപ്പോൾ എൻ്റെ മനസ്സിൽ ഇങ്ങനെ തിത്തൈ പാടി, എങ്ങനെയെങ്കിലും പോകണം, അടിപൊളി, ഈ ഒരു ചാൻസിന് കളയില്ല. അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചു, സംസാരിച്ചു, കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതേപോലെ ഫീസ് 7 ലക്ഷം രൂപ സംതിങ്ങേ ഉള്ളൂ, FTS കൂടുതലും പേർക്ക് അടക്കേണ്ടി വരത്തില്ല, അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു 7 ലക്ഷം രൂപ മുടക്കിയാൽ മതി എന്നൊക്കെ പറഞ്ഞു. ഓക്കെ പറഞ്ഞു. ഞാൻ 7 ലക്ഷം രൂപ. അപ്പോൾ എൻ്റെ ചിന്ത എന്ന്
പറഞ്ഞാൽ 7 ലക്ഷം രൂപ എങ്ങനെയൊക്കെ ഒപ്പിക്കാം, കറങ്ങി തിരിഞ്ഞ് ആരുടെങ്കിലും കയ്യോ കാലൊക്കെ പിടിച്ച് കടം മേടിച്ച് പോകാന്നുള്ള രീതിയിലൊക്കെ ഇരുന്നു. ആപ്ലിക്കേഷൻ പ്രോസസ്സ് എല്ലാം പടപടയെന്ന് കൂടുതൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ റിസൈൻ ചെയ്ത് ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ കാശ് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ പ്രോസസ്സും കാര്യങ്ങളും എല്ലാം ചെയ്ത് നേരെ വിസ അടിച്ചു. വിസ അടിച്ചപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ എൻ്റെ മനസ്സിൽ അപ്പോൾ 7 ലക്ഷം രൂപ ഉള്ളല്ലോ. ഇവര് ഒരു വിസ അടിച്ച് കഴിഞ്ഞിട്ട് ഇവർ ഇത്ര ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്ന ഒരു ഡോക്യുമെന്റ് അയക്കില്ലോ. ഡോക്യുമെന്റിനകത്ത് FTS അയക്കണം. മൊത്തം 16 ലക്ഷം രൂപ അയക്കണം. 10 ദിവസമേ ഉള്ളൂ. ഞാൻ വീണ്ടും ഡൗൺ ആയി. എന്നെ കൊണ്ട് കൂട്ടിയ കൂടുതൽ എനിക്ക് ഉറപ്പ് 16 ലക്ഷം 17 ലക്ഷം രൂപ 10 ദിവസം കൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യണം. അതുവരെ വന്ന വിസ അടിച്ച പിള്ളേർക്കെല്ലാം 7 ലക്ഷം രൂപ മതിയായിരുന്നു. എന്നെ കൊണ്ട് പറ്റത്തില്ല. അപ്പോൾ ഞാൻ കാരണം എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എങ്ങനെ ഇവിടെ എത്തും 17 ലക്ഷം രൂപ 10 ദിവസം കൊണ്ട് ഉണ്ടാക്കണം. പിന്നെ ഞാൻ ഒരു ദിവസം രാത്രിയിൽ ഇതേപോലെ ഒരു വെള്ള പേപ്പർ എടുത്ത്, എൻ്റെ പേപ്പർ ഇപ്പോഴും ഉണ്ട്, പേപ്പർ എടുത്തിട്ട് ഓക്കെ ഓരോരുത്തരും പേരെഴുതും. ഇവൻ എനിക്ക് 2 ലക്ഷം രൂപ തരും, ഇവൻ എനിക്ക് 3 ലക്ഷം രൂപ, ജൂബിയുടെ സ്വർണ്ണം എനിക്ക് തരും. ഇങ്ങനെ ഞാൻ പേപ്പർ ഞാൻ കാണിക്കാം ഇങ്ങനെ എഴുതി വെച്ചിട്ട്. ഇതെന്താണെന്ന് അറിയാമോ? ഇത് കല്ലാസല്ല, കള്ളാസ്. അവന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയതാ. അവന് കിട്ടാനുള്ള തുകയുടെ ലിസ്റ്റാണിത്. ലക്ഷങ്ങൾ വരും, ലക്ഷങ്ങൾ. പക്ഷെ എന്നാന്നറിയത്തില്ല അളിയാ, എന്നോടുള്ള ഇഷ്ടം കൊണ്ടാണോ അതോ ഇഷ്ടമില്ലായ്മ കൊണ്ടാണോ എന്ന് ഇപ്പോഴും അറിയത്തില്ല. ഈ ചോദിച്ചതെല്ലാം പൈസ തന്നു. നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് നടക്കുന്ന ചില അലവലാദികളുണ്ട്. ചോദിച്ചൊരു പൈസ തന്നു. 10 ദിവസത്തിലോ 8 ദിവസം കൊണ്ട് ഞാൻ 17 ലക്ഷം രൂപ ഉണ്ടാക്കി അയച്ചും കൊടുത്തു. വിസ വന്ന് ഞാൻ നേരെ കയറിക്ക് പോകുന്നു. വിസ അടിച്ചപ്പോൾ ഞാൻ കോളേജ് ഗ്രൂപ്പിൽ അളിയാ ഞാനേ ന്യൂസിലാൻഡിൽ പോവാ, ഓർമ്മയുണ്ടോ അന്നത്തെ ബെറ്റ്? ഗുമാരിയാടോ സത്യം, എന്നാലും അവൻ പറഞ്ഞ പോലെ നടത്തി കളഞ്ഞല്ലോടാ. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നു. അതായത് കഥയുടെ എൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു വീട് വെക്കാന്നുള്ളത്. അതിപ്പം വെച്ചോണ്ടിരിക്കുകയാണ്, ഏകദേശം പണി തീരാറായി. അതാണ് ഒരുപക്ഷെ ന്യൂസിലാൻഡ് എൻ്റെ ഒരു സ്വപ്നമായി മാറിയാനെ. എനിക്ക് അന്ന് അത്രയും പൈസ തരാൻ അത്ര ആൾക്കാരില്ലായിരുന്നെങ്കിൽ എന്നെ കൊണ്ട് കൂട്ടിയെ കൂടത്തില്ലായിരുന്നു. സോ ഞാൻ അവരോട് നന്ദി പറയുന്നു. അല്ലെങ്കിൽ ഞാൻ വീണ്ടും കറങ്ങി തിരിഞ്ഞ് നേരെ ഗൾഫിലോട്ട് പോയേനെ. അപ്പൊ അങ്ങനെ ഇവിടെ എത്തി ഇന്ന് നിങ്ങളുടെയൊക്കെ കൂടെ അടിച്ചു വിളിച്ച് ഉറപ്പല്ലേ അളിയാ, ഭയങ്കര ഹാപ്പി അല്ലേ. ഇനി എന്ത് കിട്ടിയാലും ബോണസാ. സോ കംപ്ലീറ്റ്ലി ഹാപ്പി. സൂപ്പർ, എല്ലാം നടത്തി ഹാപ്പിയാണ്. തീർച്ചയായിട്ടും. നമുക്ക് ആ മിഥുന്റെ പാട്ടും കൂടെ കേൾക്കാം. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർമേടിറങ്ങിവാ, പൂവുനുള്ളിവാ മലർക്കാവിലൂടെ വാ, കാറ്റിലാടുമി മുളം കാട്ടിനുള്ളിലും ഓണവില്ലുളി മുഴങ്ങുന്നു. പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണനാളിൽ നീ കഥയൊന്നു ചൊല്ലിവാ. താണുവരും മാലാഖ പൂഞ്ചിറകോ, താഴ്വരയിൽ മന്ദാര പൂനിരയോ, പറന്നു വന്നീ തടങ്ങളിൽ പാടാത്തതെന്തു നീ, പൂത്തുമ്പിൽ തുടിക്കും നീർമുത്തം ചാർത്തി നിലാവിൻ പാൽത്തുള്ളി, തിരയിളകും കടലും നിലാവിലാടവേ, ഇതുവഴി പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ. അങ്ങനെ പാതിരാക്കിളിയോടുകൂടി ഈ എപ്പിസോഡ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. കഥ പറഞ്ഞും സമയം പോയി അറിഞ്ഞില്ല. മറ്റൊരു മനോഹരമായ എപ്പിസോഡിലൂടെ കണ്ടുമുട്ടും വരേക്കും സൈനിങ് ഓഫ്, ടീം തട്ടുംപുറം, അളിയൻ്റെ റേഡിയോ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളം FM 104.6. പാട്ടുപാടാം, കൂട്ടുകൂടാം, കാറിലും കേൾക്കാം.